ഹലോ മക്കളെ, വെൽക്കം ടു ആർക്കനെക്സ്. മൈസെൽഫ് ജാബിർ എം ജെ എന്ന് വിളിക്കും. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഓണം എക്സാമിൻ്റെ മാത്തമാറ്റിക്സ് ടോപ്പിക്സ് ആണ്. കുറേ പേര് ചാറ്റിൽ ചോദിക്കുന്നുണ്ട്, മെസ്സേജിൽ ചോദിക്കുന്നുണ്ട്, ഈ ഓണം എക്സാമിന് ടോപ്പിക്സ് ഏതൊക്കെയാണ്. പ്ലസ് വൺ നമുക്ക് എക്സാം ഇല്ലല്ലോ. അപ്പോൾ പ്ലസ് ടു നമുക്ക് ഓണം എക്സാമിന്, ക്വാർട്ടർലി എക്സാം എന്ന് വിളിക്കുന്ന ഓണം എക്സാമിന് ഓഗസ്റ്റിൽ വരാൻ പോകുന്ന ടൈം ടേബിളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഓണം എക്സാം ടോപ്പിക്സ് മാത്സിൽ ഏതൊക്കെയാണെന്നാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ആദ്യത്തെ 5 എണ്ണം. അതിൽ ആർക്കും ഡൗട്ട് വേണ്ട. ഇനി ചോദിച്ച് നിങ്ങൾ സമാധാനത്തിന് എങ്ങനെ ആരെയും കുറച്ച് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ആരും കുറച്ച് പറയില്ല. നമുക്ക് 5 ചാപ്റ്റർ ആണ് നമുക്ക് ഓണം എക്സാമിനുള്ളത്. ഒന്ന് ചാപ്റ്റർ നമ്പർ 1, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ചാപ്റ്ററിൽ ഒന്നാമത്തെ ചാപ്റ്റർ. നൗ രണ്ടാമത്തെ ചാപ്റ്റർ ഇൻവേഴ്സ് trigonometric functions. Inverse trigonometric functions. Ready? മൂന്നാമത്തെ ചാപ്റ്റർ മെട്രിസസ്. ഓക്കെ, നാലാമത്തെ ചാപ്റ്റർ വൃത്തിയായി പോയി. നാലാമത്തെ ചാപ്റ്റർ ഡിറ്റർമിനൻസ്. ഓക്കെ, അഞ്ചാമത്തെ ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അപ്പൊ അത് ഉണ്ടോ ഇല്ലയോ, മുഴുവൻ ഉണ്ടോ എന്നൊക്കെയാണ് എനിക്ക് ഇങ്ങനെ ചോദിക്കാൻ താല്പര്യം. ഞാൻ പറയുന്നു ഫുൾ ഉണ്ടാവും. ഓക്കെ, ഈ 5 ചാപ്റ്റർ 100% മുഴുവൻ ഉണ്ടാവും. അപ്പൊ ഇനി ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണം, ഏത് ടോപ്പിക് എന്നാണ് എക്സാമിന് കൂടുതൽ ചോദ്യം വരാൻ ചാൻസ് ഉണ്ടാവുക എന്നൊന്നും ആരും ചോദിക്കരുത്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ 5 ചാപ്റ്ററിന് മാത്രം നമുക്കൊരു 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ചോദിക്കും 80 മാർക്കോ 60 മാർക്കല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ ചോദിക്കും. എന്നങ്ങനല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ കാരണം, നമുക്ക് എഴുതേണ്ടത് 60 മാർക്കിനാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ 80 മാർക്കിനുണ്ടാവും. നമുക്ക് ഓർ ക്വസ്റ്റ്യനും കൂടി ഇല്ലേ, അല്ലേ? നമുക്ക് 1 മുതൽ 8 വരെ ഉള്ളത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അപ്പൊ തന്നെ 24 മാർക്കായില്ലേ. പിന്നെ 9 മുതൽ 16 വരെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. റെഡി? അപ്പൊ തന്നെ 32 മാർക്കായില്ലേ. പിന്നെ 17 മുതൽ 20 വരെ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, അപ്പൊ തന്നെ 24 മാർക്കായില്ലേ. അപ്പൊ കൂട്ടി നോക്കിക്കോ, 24ഉം 24ഉം 48, 48ഉം 32ഉം 80 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മൾ ഇതിന്ന് 6 എണ്ണം എഴുതിയാൽ മതി, ഇതിന്നും 6 എണ്ണം എഴുതിയാൽ മതി, ഇതിന്ന് 3 എണ്ണം എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് കിട്ടുമ്പോൾ 60 ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 മാർക്കിന് ചോദിക്കണം. അപ്പൊ 80 മാർക്കിന് ഈ 5 ചാപ്റ്ററിന് ചോദിക്കണ്ടേ. അപ്പൊ ഉറപ്പായിട്ടും നോക്കിക്കേ, 80/5 എത്ര വരും? 80 മാർക്ക് 5 ചാപ്റ്റർ. അപ്പോ അറൗണ്ട് 16 മാർക്ക് വരില്ലേ ആവറേജ്. അപ്പൊ ഈ ഓരോ ചാപ്റ്ററിനും 16 മാർക്കിന് ചോദിക്കേണ്ടി വരും. അതിൽ തന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിന്ന് 16 മാർക്കൊക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയായിരിക്കും, അല്ല? അപ്പൊ ഇൻവേഴ്സ് ട്രിഗണോമെട്രിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും, 16 അങ്ങ് കുറയ്ക്കും. അത് ചിലപ്പോൾ എവിടെ കൂട്ടും, മെട്രിക്സിലോ ഡിറ്റർമിനൻസിലോ കൂട്ടും. അപ്പം ഇനി 16 തന്നെ വെച്ചോ. അങ്ങനെ ആവുമ്പം എല്ലാ ടോപ്പിക്കിൽ ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ചോദിച്ചാലേ ഒരു ചാപ്റ്ററിന് 16 മാർക്കൊക്കെ കിട്ടുള്ളൂ. അപ്പൊ റിലേഷൻസ് ആൻഡ് റിലേഷൻസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഫംഗ്ഷൻസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, കോമ്പോസിഷൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇൻവെർട്ടിബിൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു 3 3 3 3 കൂട്ടിയാൽ തന്നെ 12 ആവുള്ളൂ, അല്ലേ? അപ്പൊ എല്ലാ ടോപ്പിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ വാല്യൂ കാണാനുണ്ടാകും, സിംപ്ലിഫൈ ചെയ്യാനുണ്ടാകും, പ്രൂവ് ദാറ്റ് ഉണ്ടാകും, ചിലപ്പോൾ ഗ്രാഫ് വരയ്ക്കാനുണ്ടാവും, ഡൊമൈൻ റേഞ്ച് ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ഏകദേശം എല്ലാ ഭാഗവുമായി. മെട്രിസസ് ഓപ്പറേഷൻസ് വെച്ചിട്ട് എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാം. സിമെട്രിക് സ്ക്യൂ സിമെട്രിക്കിന്റെ എക്സ്പ്രഷൻ ചോദിക്കാം. ടൈപ്സ് ഓഫ് മെട്രിസസ് ഡിഫൈൻ ചെയ്യാൻ പറയാം. മെട്രിക്സിനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറയാം. അപ്പൊ മെട്രിസസിന്റെ എല്ലാ ഭാഗവുമായില്ലേ? ആയി. ഡിറ്റർമിനൻസ്, ഇൻവേഴ്സ് കാണാൻ പറയാം, ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറയാം. 100% 6 മാർക്കിന്റെ ചോദ്യം അതന്നെ ആയിരിക്കും. അപ്പൊ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറയാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാൻ പറയാം, സിംഗുലർ ഓൺ നോൺ സിംഗുലർ ചെക്ക് ചെയ്യാൻ പറയാം, അല്ലെ? അല്ലെങ്കിൽ എ ഇൻറ്റു അഡ്ജോയിന്റ് എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഐ, ഷോ ദാറ്റോ പ്രൂവ് ദാറ്റോ ചോദിക്കാം. അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി, ഷോ ദാറ്റ് പറയാം. ഓക്കെ, അപ്പോ ഇൻവേഴ്സ് കാണാൻ പറയാം. അപ്പൊ ഡിറ്റർമിനൻസിന് എല്ലാ ഭാഗവും ആവും. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻസിബിലിറ്റി. കണ്ടിന്യൂറ്റി എന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കണമല്ലോ, കാരണം സെപ്പറേറ്റ് ടോപ്പിക് ആണ്.
അപ്പൊ കണ്ടിന്യൂറ്റി ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ കണ്ടിന്യൂറ്റി ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഡിഫറൻഷിയേഷൻ ചെയ്യാനല്ല, ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ എന്ന് ചോദിക്കാനുണ്ടാവും. അപ്പൊ ഡിഫറൻഷ്യബിളിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഡിഫറൻഷിയേഷൻ നമുക്ക് മൊത്തം 5 ടോപ്പിക് ഇല്ലേ? ഏതൊക്കെ? കോമ്പോസിറ്റ്, ഇംപ്ലിസിറ്റ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി, ലോഗരിതമിക്, പാരാമെട്രിക്. ഈ 5 ഓരോന്ന് വീതം ചോദിക്കാം. 2 മാർക്ക് 2 മാർക്ക് 2 മാർക്ക് 2 മാർക്ക് 2 മാർക്ക്, അല്ലെ 3 മാർക്ക് 3 മാർക്ക് 3 മാർക്ക് 3 മാർക്ക് 3 മാർക്ക്. പിന്നെ സെക്കൻഡ് ഓർഡർ ഉണ്ട്, അവിടുന്നും ചോദിക്കാം. അപ്പൊ ചുരുക്കി പറഞ്ഞ 16 മാർക്ക് ഒരു ആവറേജ് വെച്ചിട്ട് 80 മാർക്ക് 5 ചാപ്റ്ററിനും കൂടി അങ്ങ് ഒപ്പിക്കണ്ടേ? അപ്പൊ ഉറപ്പായിട്ടും മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എല്ലാ ചാപ്റ്ററും വൃത്തിക്ക് പഠിക്കണം. ഓക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, അത് ശരിക്കും ഞാൻ പറഞ്ഞുതരാൻ പറ്റൂല, എന്നാലും പറയാം. നമ്മൾ 80 മാർക്കിന് ചോദിച്ചിട്ടും 60 മാർക്കുകളിലും അറ്റൻഡ് ചെയ്യുക അല്ലെ? അപ്പൊ 20 മാർക്ക് അവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ വേണമെങ്കിൽ കുറച്ചൊക്കെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ചാപ്റ്റർ കുറച്ചൊക്കെ പഠിച്ചില്ലെങ്കിലും ബാക്കി ചാപ്റ്റർ ഫുള്ള് പഠിച്ചിട്ട് ഫുൾ അറ്റൻഡ് ചെയ്തിട്ട് ഫുൾ മാർക്ക് വാങ്ങണം. തെറ്റാൻ പറ്റൂല. അങ്ങനെ തെറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 60 മാർക്ക് കിട്ടും. ഓക്കെ. പക്ഷെ അങ്ങനെ ആരും റിസ്ക് എടുക്കരുത്. നിങ്ങൾ 5 ചാപ്റ്റർ വൃത്തിക്ക് പഠിക്കുക, എല്ലാ ടോപ്പിക്കും വൃത്തിക്ക് പഠിക്കുക. എവിടെയെങ്കിലും ഡൗട്ടോ മറ്റുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞുതരും. ഓക്കെ. സോ നല്ല വൃത്തിക്ക് പഠിക്കുക, നല്ല അടിപൊളിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ക്വാർട്ടർലിക്ക് പഠിക്കാനുള്ളത് ക്വാർട്ടർലിക്ക് പഠിക്കുക. അപ്പൊ ഹാഫിലേക്ക് ബാക്കി പഠിച്ചാൽ മതി. പിന്നെ പബ്ലിക്കിന് ഫുൾ മാർക്കും വാങ്ങാം. പറയാൻ വളരെ ഈസിയാണ്, ചെയ്യേണ്ട നിങ്ങളാണ്. സോ നല്ല വൃത്തിക്ക് പഠിക്കുക. ടാറ്റാ.